വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. കരങ്ങൾ ഉയർത്തി വീശി ഹോസാന ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ചേർന്ന് പാടാം. ഹോസാന ഹല്ലേലൂയ. മക്കളെന്ന അവകാശത്തോടെ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്നേഹത്തോടെ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. ആമേൻ. ഹോസാന ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹോസാന 86 സങ്കീർത്തനം 12 പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ നാമത്തെ ഞാൻ പുകഴ്ത്തും. ഓ കർത്താവേ, ജെറുസലേം നിവാസികളായി അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, മാലാഖമാര് നിരന്തരം അങ്ങേ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതിക്കുന്നത് പോലെ ദൈവമക്കളായ ഞങ്ങള് പുത്രസ്വീകാരത്തിന് ആത്മാവിനെ നൽകപ്പെട്ട ഞങ്ങള് സ്നേഹത്തോടെ തീഷ്ണതയോടെ സമ്പൂർണമായി അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ടു അങ്ങയുടെ ശക്തിയിൽ ശരണപ്പെടുന്ന നാമത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തിപ്പിടിച്ച് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവനായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ സ്തുതിച്ച് നിമിഷങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന നിമിഷങ്ങളിൽ വലിയ ദൈവശക്തി കൊണ്ട് നിറയപ്പെടുന്ന നിമിഷങ്ങളാണ്. വിശ്വസിച്ച് ബോധ്യത്തോടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അധരം തുറന്ന് സ്വരമുയർത്തി ഹൃദയം തുറന്ന് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമക്കളെ രക്ഷ പ്രാപിക്കുന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. റോമ 10:12-13 തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലെ കർത്താവ് തന്റെ സമ്പത്ത് വർഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഓ കർത്താവേ, അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് രക്ഷയുടെ ശക്തി വർഷിക്കണമേ, വിടുതൽ വർഷിക്കണമേ, സൗഖ്യം വർഷിക്കണമേ, അഭിഷേകം വർഷിക്കണമേ.
അനുഗ്രഹം വർഷിക്കണമേ, കൃപകൾ വർഷിക്കണമേ, ആത്മശക്തിയുടെ നിറവ് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മന്ദത, മരവിപ്പ്, അസ്വസ്ഥത, ബന്ധന തിന്മകള് ഞങ്ങളുടെ ജീവിതത്തെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വേർതിരിക്കുന്ന സകല തിന്മയുടെ എല്ലാ ആധിപത്യങ്ങള്, ശല്യങ്ങള് യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകാൻ, രക്ഷ പ്രദാനം ചെയ്യാൻ കർത്താവേ ദൈവശക്തിയായി ഇറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമക്കളിലേക്ക് ഇപ്പോൾ തന്നെ ദൈവിക അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 16:25 വചനഭാഗത്ത് പൗലോസും സീലാസും അർദ്ധരാത്രി മധ്യേ ആരാധിച്ചപ്പോ ചങ്ങലകൾ അഴിഞ്ഞു വീണതുപോലെ, കെട്ടുകൾ പൊട്ടതുപോലെ, തടവറയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടതുപോലെ ദൈവമക്കളുടെ മേലുള്ള പാപത്തിന്റെ തിന്മയുടെ ബന്ധനങ്ങളുടെ സകല കെട്ടുകളും യേശുക്രിസ്തുവിന്റെ അഭിഷേകമുള്ള നാമത്തിൽ ഇപ്പൊ പൊട്ടിപ്പോകട്ടെ. തടസ്സപ്പെടുന്ന സകല കവാടങ്ങൾ ഇപ്പൊ തുറക്കപ്പെടട്ടെ. പലതരത്തിലുള്ള തിന്മയുടെ കവാടങ്ങൾ, അസ്വസ്ഥതകളുടെ കെട്ടുകൾ പൊട്ടട്ടെ. ആരാധന, 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 ആരാധന. നാളുകളായി തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകൾ യേശു നാമത്തിൽ തുറക്കട്ടെ. 22:22 ദാവീദ് ഭവനത്തെ താക്കോൽ അവന്റെ തോളിൽ അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. വെളിപാട് 3:7 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവരും ആർക്കും അടയ്ക്കാനാകാത്ത വിധം തുറക്കുന്നവനും തുറക്കാനാകാത്ത വിധം അടയ്ക്കുന്നവനുമായ കുഞ്ഞാടേ യേശുവേ നാമത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് ഇപ്പോൾ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ തീക്ഷ്ണതയോടെ കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന, കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ്. നല്ല ശക്തിയോടെ തീക്ഷ്ണതയോടെ കർത്താവിനെ സ്നേഹിച്ച് ആനന്ദത്തോടെ കർത്താവിനെ മഹത്വപ്പെടുന്ന നിമിഷങ്ങളാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്ന ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആനന്ദിച്ച് വിശ്വാസത്തോടെ ജീവിതത്തിന്റെ സമസ്ത സങ്കടങ്ങളും അസ്വസ്ഥകളും എല്ലാം മറന്ന് ജീവിക്കുന്നവനായ കർത്താവിനെ, ഏക സത്യ ദൈവത്തെ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കട്ടെ. കരങ്ങളടിച്ച് രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. ആമേൻ. മൺകുടമുടിയും തീ കത്തിയിടും ആരാധനയെങ്കിൽ സംഭവിക്കട്ടെ. മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. മൺകുടമുടിയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ചേർന്ന് പാടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കട്ടെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, ആമേൻ. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും യേശുനാമത്തിൽ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ, കരങ്ങളുയർത്തിക്കൊട്ടി, ആരാധിക്കുന്നേ, കരങ്ങളുയർത്തിക്കൊട്ടി. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നേ, ആരാധിക്കട്ടെ. ആരാധിക്കുന്നേ. പൗലോസും സീലാസും അർദ്ധരാത്രി മധ്യേ ആരാധിച്ചപ്പോ കെട്ടുകൾ പൊട്ടിയതുപോലെ ദൈവമക്കൾ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ കാലങ്ങളായിട്ട് ബന്ധിച്ചിടുന്ന വിശ്വാസരാഹിത്യം, നിരീശ്വര ചിന്ത, യുക്തിചിന്ത, അസ്വസ്ഥതകള്, എല്ലാതരം തിന്മയുടെ അരൂപികള്, അശ്ലീലതകള്, ജഡിക മോഹങ്ങള്, ജഡത്തിന്റെ വ്യാപാരങ്ങള്, എല്ലാ ലഹരി അടിമത്തങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയപ്പെടുത്തെ. കരങ്ങൾ താഴ്ത്തിക്കൊട്ടി ആരാധിക്കുന്നു. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആമേൻ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആമേൻ. ആരാധിക്കുന്നേ, കരങ്ങളുയർത്തിക്കൊട്ടി. ആരാധിക്കുന്നേ. ആമേൻ. വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ഇടിമിന്നൽ പോലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. മിന്നൽ പിണർ പോലെ ദൈവശക്തി വ്യാപരിച്ച് സാത്താൻ ശക്തികൾ ഇടിമിന്നൽ പോലെ നിപതിക്കട്ടെ.
ശക്തി ശക്തി വ്യാപരിക്കുന്നേ. ആമേൻ. മിന്നൽ പോലെ വ്യാപരിക്കുന്നേ. ശക്തി 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 വ്യാപരിക്കുന്നേ. ദൈവമക്കളുടെ മേൽ മിന്നൽ പോലെ വ്യാപരിക്കുന്നേ. ആമേൻ. കരങ്ങൾ ഉയർത്തിക്കൊട്ടി. ആരാധിക്കുന്നേ. തുടരെ വരുന്ന രോഗവേദനകൾ, തടസ്സപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, ഒരു കാര്യത്തിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ, വിവാഹ തടസ്സം, കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സം, പണം വാങ്ങൽ വിൽപ്പന മേഖലകളിലുണ്ട്, ഭവന നിർമ്മാണ തടസ്സം, ജോലി തടസ്സം, പഠന മേഖലകളിൽ അനുഭവപ്പെടുന്ന തടസ്സം, എല്ലാ മേഖലകളിലും അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ, ഒരാൾക്ക് രോഗം മാറുമ്പോൾ അടുത്തയാൾക്ക് രോഗം വരുന്നതായ അവസ്ഥകൾ, പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, ജീവിത ക്ലേശങ്ങൾ, കടബാധ്യതകൾ, പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, കുടുംബത്തിൽ മക്കളുടെ വഴിവിട്ട ജീവിതങ്ങൾ, എല്ലാ തരത്തിലുള്ള മല്ലടിക്കുന്ന പ്രകൃതികൾ, അനുസരണക്കേട്, താന്തോന്നിത്വം, വഷളത്വം, സകല തിന്മകളുടെ മേലെ ഇപ്പൊ തന്നെ ഈ രാത്രി തന്നെ ദൈവിക ശക്തി അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. ആരാധന 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 കാലങ്ങളായി സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ യേശു നാമത്തിൽ അടിയപ്പെടുത്തേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരങ്ങൾ ഉയർത്തി മധുരം തുറന്ന് നല്ല ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മാത്രം, ശരണപ്പെട്ട് മാത്രം, ദൈവമക്കള് ശരണപ്പെട്ട് മാത്രം ജീവിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക സത്യ ദൈവനാമം യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ദാവീദിന്റെ പുത്രായി നിൽക്കനിയണമേ. നിലവിളിച്ച് പ്രാർത്ഥിച്ചവന്റെ മുമ്പിൽ യേശു നിന്നു. യേശു നിന്നു. നിന്റെ പ്രാർത്ഥനകൾ ഈ സമയത്ത് കർത്താവിന്റെ ശക്തി പിടിച്ചു നിർത്തട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൊട്ടി. യേശുവേ യേശുവേ ശക്തിയായ അഭിഷേകം വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, 32, 16, 17 വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. 43 വചനത്തിന് അഭിഷേകിച്ച് ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെന്ന് പറഞ്ഞു. വരണ്ട ഭൂമിയിൽ ജലം, ഉണങ്ങി നിലത്ത് അരുവികൾ ഞാൻ ഒഴുകി. നിങ്ങളുടെ സന്തതിയുള്ള ആത്മാവ് മക്കളുടെ മേൽ അനുഗ്രഹം ഞാൻ വർഷിച്ചു. അതിനൊരു ശക്തി സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗഖ്യം പകരണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തിക്കൊട്ടി. സൗഖ്യം പകരണമേ. ശക്തിയോടെ സകലതും മറന്ന് ആരാധിക്കട്ടെ. കർത്താവിനെ സ്നേഹിച്ച് സ്നേഹിച്ച്. യേശുവേ യേശുവേ സ്നേഹം പകരണമേ. ദാഹിച്ച് ദാഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് ഓരോ മനസ്സുകളിൽ സ്നേഹം നിറയട്ടെ. യേശുവേ യേശുവേ സ്നേഹം പകരണമേ. ആമേൻ ആമേൻ. ഓരോ മനസ്സിലും നിറയട്ടെ, ഓരോ മനസ്സിലും നിറയട്ടെ. യേശുവേ
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് യേശുവേ സ്നേഹം സ്നേഹം പകരണമേ. യേശുവേ. യേശുവേ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാവരും കണ്ണുകൾ അടച്ച് പകരണമേ. യേശുവേ 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 സ്നേഹം പകരണമേ. യേശുവേ. യേശുവേ യേശുവേ ആഗ്രഹിച്ച് സ്നേഹം പകരണമേ. ഉള്ളിൽ ആഗ്രഹിച്ച് ദാഹിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കണോ കർത്താവേ. ദുഷ്ടചിന്തയുണ്ടായിരുന്ന യോഹന്നാൻ സ്നേഹം പകരണമേ. കർത്താവേ, നിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അവൻ നമ്മളെ അനുഗമിക്കാത്തത് കൊണ്ട് ഞാൻ അവനെ തടഞ്ഞു എന്ന് പറഞ്ഞ യോഹന്നാൻ ജെറുസലമിലേക്കുള്ള യാത്രയിൽ സമരിയാക്കാര് സ്വീകരിക്കാതിരുന്നപ്പോ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ ദഹിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെയോ എന്ന് അസൂയയോടെ ദുഷ്ടതയോടെ പറഞ്ഞ യോഹന്നാൻ, ഓ യേശുവേ, അന്ത്യത്താഴവേളയിൽ നിന്റെ ചങ്കോടൊന്ന് ചേർന്ന് കിടന്നപ്പോ, ആ തിരുമാറോടൊന്ന് ചേർന്ന് കിടന്നപ്പോ ആ ഹൃദയത്തൊടിപ്പിന്റെ സ്നേഹം യോഹന്നാനുള്ളിലേക്ക് മുഴുവൻ ഏറ്റുവാങ്ങി. പിന്നെ പറഞ്ഞതും എഴുതിയതും മുഴുവൻ സ്നേഹത്തെക്കുറിച്ചായിരുന്നു. പാസ്മോസ് ദ്വീപിൽ അതികഠോര പീഡനങ്ങൾക്ക് വിധേയമായി ശരീരം മുഴുവൻ തളർന്നു പോയ ശിഷ്യന്മാര് കിടക്കയിലെടുത്തോണ്ട് പോയി. ഗുരു, ഒരു വാക്ക് പറഞ്ഞാൽ, പിതാവേ ഒരു വാക്ക് പറഞ്ഞാലും എന്ന് പറയുമ്പോ ഒറ്റ വാക്കേ പറയത്തു, സ്നേഹം. സ്നേഹം. അസൂയയുടെയും സ്വാർത്ഥതയുടെയും ദുഷ്ടതയുടെയും ഹൃദയം ഉണ്ടായിരുന്ന വ്യക്തി സ്നേഹത്തിന്റെ മാത്രം മൂർത്തി രൂപമായി മാറി. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനായി മാറി. ഓ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുക, സ്നേഹം കൊണ്ട് എൻ്റെ ഉള്ളിൽ നിറയണമെന്ന്, സ്നേഹം കൊണ്ട് എൻ്റെ ജീവിതം നിറയണമെന്ന്. ഓ കർത്താവേ, അങ്ങയോടുള്ള ആഴമായ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ. എഫെസസ് ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ എഫെസസ് 3:16 മുതലുള്ള വചനഭാഗത്ത് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന്, നിങ്ങളുടെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ഒരുപോലെ വേരുപാകി അടിയുറയ്ക്കണം. ഓ ദൈവമേ, കൊളോസോസ് ലേഖനത്തിൻ്റെ 2:7 ഓർമ്മിപ്പിക്കുന്നത് പോലെ അവനിൽ വേരുറപ്പിക്കപ്പെട്ട്, കർത്താവേ, അവനിൽ പണുതുയർത്തപ്പെട്ട് വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കും. ഓ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ വേരുപാകപ്പെടുമ്പോൾ, അങ്ങയോടുള്ള ബന്ധത്തിൽ വേരുപാകപ്പെടുമ്പോൾ എത്ര വലിയ കപ്പലും നങ്കൂരമിടപ്പെടുന്നത് പോലെ യേശുവേ, കാർലോ അക്വിറ്റസ് മുതൽ അനേക വിശുദ്ധാത്മാക്കൾ, യേശുവേ, ഈ കാലഘട്ടത്തിൽ ജീവിച്ച അനേക കൃപയുള്ള മക്കളും ഈ ദിവ്യകാരുണ്യത്തിൽ നങ്കൂരമിട്ട് ശക്തിപ്പെട്ടതുപോലെ അവരുടെ ജീവിതത്തിലെ ഒരു തരത്തിലുള്ള പ്രതിസന്ധികൾക്കും അവരുടെ ജീവിതങ്ങളെ ഒരല്പം പോലും തളർത്തിക്കളയാൻ സാധിക്കാത്തതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളും കർത്താവേ, പൗലോസ്ലീഹ റോമ 8:35 ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും? രോഗമോ പീഡനമോ ആപത്തോ നഗ്നതയോ വാളോ എന്ന് ചോദിക്കാൻ തക്ക വിധം കരുത്തുള്ള ദൈവസ്നേഹം എന്നിൽ നിറയാൻ, കരുത്തുറ്റ സഹോദര ബന്ധം എൻ്റെ ജീവിതത്തിൽ നിറയാൻ, ഓ കർത്താവേ,
ഇടയാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇടയാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സങ്കീർത്തനം 1:3 വചനത്തിൽ വായിക്കുന്നത് പോലെ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെ അതിൻ്റെ വേരുകൾ ആ ജലാശയത്തിലേക്ക് നീണ്ടു നിന്നു. അപ്പോൾ കർത്താവേ, ഇല കൊഴിയാതെ ഫലം ചൂടി നിന്ന വൃക്ഷം, ഇല കൊഴിയാതെ ഫലം ചൂടി നിന്ന വൃക്ഷം. ഓ കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു അത് നിന്നിൽ വേരുവാകപ്പെട്ട ജീവിതമാണ്. അത് കൂദാശകളിൽ വേരുവാകപ്പെട്ട ജീവിതമാണ്. അത് വചനത്തിൽ വേരുവാകപ്പെട്ട ജീവിതമാണ്. അത് പ്രാർത്ഥനയിൽ വേരുവാകപ്പെട്ട ജീവിതമാണ്. ഈശോയെ, ഈ രാത്രിയിൽ ഒരുപാട് ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നിന്നിലുള്ള ആഴമേറിയ ബന്ധം എന്നിൽ നിന്നറയ്ക്കണമേ. നിന്നോടുള്ള ആഴമേറിയ ബന്ധം എൻ്റെ ഹൃദയത്തിൽ നിന്നറയ്ക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം, ഒരല്പസമയം ഒന്ന് ശാന്തതയിലിരുന്നു ഈശോ സ്നേഹിച്ച് ആ സ്നേഹം ഇങ്ങനെ ഉള്ളിലേക്ക് അനുഭവിക്കുക. യോഹന്നാൻ അങ്ങനെ ചേർന്നിരുന്നത് പോലെ ശാന്തതയിലിരുന്ന് ഈ നിമിഷം മറ്റൊന്നും ചിന്തിക്കണ്ട, കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ള ഒറ്റ ചിന്ത. പ്രിയപ്പെട്ടവരെ, വേറൊന്നും നമുക്ക് ആവശ്യമില്ല, കർത്താവിനെ സ്നേഹിക്കുക മാത്രം ചെയ്യുക. ഹോസേയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് 11:9 വചനം, ഞാൻ മനുഷ്യനല്ല ദൈവമാ, നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ, ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. യെശയ്യാ 55:8 വചനം നമ്മൾ വായിക്കുന്നതാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ പോലല്ല. മക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ മോനെ, എൻ്റെ മോളെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നീ ഉഴലുമ്പോൾ, നിന്റെ ഉള്ളിൽ യുക്തിചിന്തകൾ ഉണരുമ്പോൾ, നിന്റെ മനസ്സിൽ വിശ്വാസവിരുദ്ധമായ ചിന്തകൾ വരുമ്പോൾ, കർത്താവ് ഓർമ്മിപ്പിക്കുക 55:8, മോനെ, മോളെ, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെത് പോലല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതം, നിങ്ങളുടേതിനേക്കാൾ ഉന്നതം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ രക്ഷിക്കും, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി. ഓ കർത്താവേ, അപ്പസ്വലന്മാർ ആത്മാവിൽ നിറഞ്ഞ കരുത്ത് പ്രാപിച്ച് നിന്നെ ആഴമായി വിശ്വസിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനുമുള്ള ധൈര്യത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ടതുപോലെ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന് ഒരുപക്ഷെ വേണ്ടത്ര തിരിച്ചറിവില്ലാതെ ഒരു കാലത്ത് പറഞ്ഞ വചനം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റി ഭാരതത്തിൽ വന്ന് രക്തസാക്ഷി മകുടം ചൂടിയ തോമാസ് ലീഹായെ പോലെയുള്ള അപ്പസ്തോലന്മാരുടെ ജീവിത തീഷ്ണത. കർത്താവേ, നിന്നെ ആഴമായി സ്നേഹിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി മരിക്കാൻ, ഓരോ ദിവസവും നിനക്ക് വേണ്ടി എന്തെങ്കിലും നന്മ പ്രവർത്തികൾ ചെയ്യണമെന്ന്, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്നേഹപൂർവ്വം എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മ പ്രവർത്തി ചെയ്യണമെന്ന്, സത്പ്രവർത്തികളാൽ എൻ്റെ ജീവിതം അലങ്കരിക്കണമെന്ന് കർത്താവേ, എഫേസോസ് ലേഖനം 2:10 അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിലേക്ക് അങ്ങനെ അയച്ചത്, ഈ ലോകത്തിൽ എന്നിലൂടെ മാത്രം, ഞാനെന്ന ഒരു വ്യക്തിയിലൂടെ മാത്രം ഈ ലോകത്തിൽ നിർവഹിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനാണെന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളിലും, ഓരോ നിമിഷവും ജീവിക്കുവാൻ ഓ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് ആഴമേറിയ ബോധ്യം നീ തരണമേ. ഇനിമേൽ എൻ്റെ ജീവിതം പാഴാക്കാനായിട്ടുള്ള ഒരു ജീവിതമല്ല, ഇനിമേൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്താനായിട്ടുള്ള ഒരു സമയമല്ല, മറിച്ച് ഈശോയുടെ നാമത്തിൽ സ്നേഹിച്ചു ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികൾ കൊണ്ട് കൃപ പകരുന്ന ഒരു ജീവിതമായിട്ട് മാറണമെന്ന് ചിന്തിക്കാൻ. ഓ ദൈവമേ, ഈ രാത്രിയിൽ നല്ല തീരുമാനമെടുക്കുവാൻ
നീ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വിവിധയിടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ഇവിടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും ഈ ഒരു ബോധ്യം നിറയട്ടെ. ഇനി എൻ്റെ ഒരു സമയം നഷ്ടപ്പെടുത്താനുള്ള സമയമല്ല. ഇനി എൻ്റെ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുത്താനുള്ള സമയമല്ല, മറിച്ച് അനേകർക്ക് അനുഗ്രഹമായി മാറേണ്ട ഒരു ജീവിതമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തത്തിൽ കഴിയേണ്ട ഒരു ജീവിതമല്ല, മറിച്ച് അനേകരുടെ ജീവിതങ്ങളിലേക്ക് കൃപ പകരേണ്ട ജീവിതമാണ്. ഓ ദൈവമേ, ഈ ബോധ്യത്തോടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഓരോ മനസ്സുകളിലും ഈ ചിന്ത ഇപ്പം നിറയട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ആഴം ഓരോ മനസ്സുകളിലും നിറയട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്, ഓ ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് എന്നെ ഉള്ളിൽ നിറയ്ക്കണമേ. ഈ ബോധ്യം കൊണ്ട് എന്നെ ഉള്ളിൽ നിറയ്ക്കണമേ കർത്താവേ. ബോധ്യം കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. ഇനിമേൽ നിന്റെ പ്രേക്ഷിതനായി പ്രേക്ഷിതയായി ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു അഭിഷേകത്തിലേക്ക് എന്നെ ഉണർത്തണമേ കർത്താവേ. പന്തക്കുസ്താ ദിനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ആത്മശക്തിയാൽ പൂരിതമാകാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഓ കർത്താവേ, ഈ ബോധ്യം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ വീതി നീളവും ആഴങ്ങളും ഉയരവും മാറായുവാൻ കൊതിയായിടും നീ. സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മാറായുവാൻ കൊതിയായിടുന്നേ. യേശുവേ, മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും നീ. എഫെസസ് 3:18 വചനത്തിന്റെ ശക്തി നിറയട്ടെ. ഓ ദൈവമേ, സകല വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ഓ ദൈവമേ, എഫെസസ് 3:18 ഈ അഭിഷേകം ഓരോ ജീവിതങ്ങളിലേക്ക് ഇപ്പം നിറയ്ക്കണമേ. ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് ഇപ്പം നിറയ്ക്കണമേ. എസെക്കിയേൽ 47 ശക്തി കൊണ്ട് ഞങ്ങൾ ഓരോ ജീവിതങ്ങളും ഇപ്പോൾ നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിച്ച് ഓരോ മനസ്സുകളിൽ നിറയട്ടെ. ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കാം. ഹോളി അനോയിന്റിംഗ്. ഓരോ മനസ്സുകളെ ഈശോ സ്പർശിക്കുന്നൊരു സമയമാണ്. ഒത്തിരി മനസ്സുകളിലേക്ക് ഈശോയുടെ സ്നേഹം പകരുന്നൊരു സമയമാണ്. അത് ഒത്തിരി പേരുടെ അടുത്തേക്ക് വന്ന് തൊട്ട് തുള്ളു സ്നേഹം കൊണ്ട് നിറയ്ക്കുക. അസ്വസ്ഥതയുള്ള മനസ്സുകളിലേക്ക് ഒത്തിരി ശാന്തത കർത്താവ് പകരുന്നൊരു സമയമാണ്. ഒരുപാട് ഹൃദയങ്ങളിൽ നിന്ന് അസൂയയും സ്വാർത്ഥ ചിന്തകളും അസ്വസ്ഥതകളും ജഡികാസക്തികളും ഒക്കെ എടുത്തു മാറ്റി, വിശുദ്ധിയുടെ ബന്ധനങ്ങൾ എടുത്തു മാറ്റി. പക്ഷെ ഒരുപാട് ഹൃദയങ്ങളിൽ വിശുദ്ധി നിറയ്ക്കുന്നുണ്ട്, സ്നേഹം നിറയ്ക്കുന്നുണ്ട്, സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ചില മനസ്സുകൾ ഇങ്ങനെ തളർന്നു പോകുന്നിടത്ത് ഈശ്വരേ, നിരാശയുടെ മേലൊക്കെ ഒത്തിരി പ്രത്യാശ കൊണ്ട് ഉള്ളു നിറയ്ക്കുക. തൊടുന്ന അനുഭവങ്ങൾ ചിലർക്ക് അനുഭവവേദ്യം ഉള്ളൊരു കുളിര് അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. കൃപ നിറയുന്ന സമയമാണ്. സ്നേഹം കൊണ്ട് ഉള്ളു നിറയുന്നേ. ആഴമായിട്ട് സ്നേഹിക്കാൻ തീരുമാനം എടുക്കാനുള്ള കൃപ ഒത്തിരി പേർക്ക് കർത്താവ് കൊടുക്കുന്നു. ഇനി വചനം വായിക്കണം എന്നുള്ള ചിന്ത, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത, സമയം കിട്ടുമ്പോൾ ഈശോ ആരാധിക്കണം എന്നുള്ള ചിന്ത ഒത്തിരി പേർക്ക് ഉള്ളിൽ ഈശോ നിറയ്ക്കുന്നേ. പലരുടെ കൈകളിൽ വചനം ഇങ്ങനെ വെളിപ്പെട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ.
ചില ഹൃദയങ്ങളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി, ചില ഹാർട്ട് രോഗങ്ങളെ ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. ആരാധന ആരാധന ആരാധന. പ്രിയപ്പെട്ട ഈശോ കടന്നു വരുമ്പോൾ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കൃപയാണ് കർത്താവ് തരുന്നത്. ആവശ്യമുള്ള കൃപയാണ് കർത്താവ് തരുന്നത്. ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. വരണ്ട ഭൂമിയിൽ ജലമൊലുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ഉണങ്ങിയ നിലത്ത് അരുവി ഒഴുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആത്മശക്തി ഇപ്പം നിറയുന്ന സമയമാണ്. എല്ലാ മനസ്സുകളിലേക്ക് വലിയ അഭിഷേകം നിറയുന്നുണ്ട്. ഒരുപാട് പേര് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ശക്തി കൊണ്ട് നിറയപ്പെടുന്നു. ഉദരപീഠകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നുണ്ട്. ആരാധന. നാളുകളായിട്ട് ചില സിസ്റ്റ് പോലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ശരണപ്പെടുക. ആരാധന 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 ആരാധന. പൗലോസ്ലീഹ ഓർമ്മിപ്പിച്ച വചനം നമുക്ക് ഓർക്കാം. അവിടുന്ന് എൻ്റെ ആത്മാവിലൂടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. പന്തക്കുസ്തായിൽ അപ്പസ്തോലന്മാരുടെ മേലെ സിഹിയോൻ മാളികമുറിയിൽ എവിടെയാണോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, എവിടെയാണോ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചത്, അതേ ഇടങ്ങളിൽ സംഭവിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ അത് സംഭവിക്കും. കാരണം ആത്മാവ് നമ്മളെ ഏറ്റെടുക്കുന്നതുകൊണ്ട്, ആത്മാവ് ഏറ്റെടുക്കുന്നതുകൊണ്ട് ഇവിടെ മറ്റൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വേറൊന്നും അന്വേഷിക്കേണ്ട. ഈശോ പറയുന്ന പോലെ നിങ്ങൾ ആദ്യം രാജ്യം നീതി അന്വേഷിക്കും. കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കും, കർത്താവിൻ്റെ നീതി അന്വേഷിക്കും. ബാക്കിയൊക്കെ കൂട്ടിച്ചേർത്ത് നൽകപ്പെട്ടോളൂ. ബാക്കി സൗഖ്യവും ശക്തി, വിടുതല, രക്ഷ, അഭിഷേകം എല്ലാം കൂട്ടിച്ചേർത്ത് നൽകിക്കൊണ്ട് കർത്താവ് വിശ്വസിച്ച് ശരണപ്പെട്ട് പറയട്ടെ. ആത്മാവിൽ നിറയ്ക്കണം, അഭിഷേക ശക്തിയിൽ നിറയ്ക്കണം, അഭിഷേക ശക്തിയിൽ നിറയ്ക്കണം. തിരുജീവിതങ്ങളിലേക്ക് കർത്താവ് നിറയുന്നൊരു സമയമാണ്. ഈശോ പുറപ്പാട് 20-24 വാഗ്ദാനം ചെയ്ത പ്രകാരം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന സമയമാണ്. ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്നൊരു സമയമാണ്. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നത്, കർത്താവാണ് ഇടവരുത്തുന്നത്. കർത്താവിൻ്റെ നാമം അനുസ്മരിക്കാൻ ഇവിടെ ഇപ്പോൾ ആ സമയം കർത്താവ് അടുത്തേക്ക് വന്ന് അനുഗ്രഹിക്കുന്നത്. വിശ്വസിച്ച് കർത്താവ് അടുത്തേക്ക് വരും. കർത്താവ് അടുത്തേക്ക് വരുമ്പോൾ പാലസ്തീനയിൽ കർത്താവ് വന്നപ്പോൾ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു അതുപോലെ സംഭവിക്കും. ഇത് വിശ്വസിച്ച് സ്വീകരിക്കണം ആവശ്യം. ലേവർ 26:11 ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. കർത്താവ് ഇടയിൽ സഞ്ചരിക്കാൻ പോകും. ഇത് ദിവ്യകാരുണ്യം പ്രദക്ഷിണത്തിൻ്റെ സമയം. ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന സമയം. എഴുന്നേറ്റ് നിൽക്കുക സ്നേഹത്തോടെ, എഴുന്നേറ്റ് നിൽക്കുക സ്നേഹത്തോടെ. കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ ആ ശക്തി, സൗഖ്യ, അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കുമെന്ന ബോധ്യത്തോടെ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. വലിയ ദൈവശക്തി കൊണ്ട് നിറയപ്പെടുന്നത് എല്ലാ മനസ്സുകളിലേക്ക് ദൈവസ്നേഹം അനുഭവിച്ച് ദൈവശക്തി നിറയട്ടെ. തീഷ്ണതയോട് പ്രാർത്ഥിക്കാം. ഓരോ ദൈവമക്കളുടെ ജീവിതങ്ങളിൽ കൃപ നിറയട്ടെ. നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ഈ ആലയത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. വളരെ ആദരവോടെ ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈ ആരാധനയിൽ, ഈ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വെക്കണം. ഈശോ വരാൻ വേണ്ടി ആഗ്രഹത്തോടെ മുട്ടുമേൽ നിന്ന് കർത്താവിനെ, രാജാതിരാജനെ, നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ സ്വീകരിക്കാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല,
എന്നെ ഒന്ന് തൊടണമേ ഈശോയെ നഗരത്തോടെ. വിശ്വാസത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തിൽ സ്പർശിക്കട്ടെ. കർത്താവേ, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേ ഇല്ല, അവനെ പോലാരാധ്യനില്ല. കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ഇരുകരങ്ങളിൽ ഉയർത്തി വീശി സ്നേഹവുമേ വാവാ യേശുനാഥാ. നൈറ്റ് വിജിലിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. നിങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും കാരണമാകട്ടെ. വാട്സ്ആപ്പ് 9446896600. ഇമെയിൽ nightwigil@shalomtelevision.in. കത്തുകൾ അയക്കാൻ നൈറ്റ് വിജിൽ, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528.